സെക്രട്ടേറിയറ്റിന് മുന്നിലെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് പിന്തുണയുമായി ആശാ സമര നേതാക്കൾ സമരപ്പന്തലിലെത്തും. ഇന്നു മുതൽ LPSG റാങ്ക് ഹോൾഡേഴ്സ് അനിശ്ചിതകാല കൂട്ട നിരാഹാരത്തിലേക്ക് കടക്കുകയാണ്. 32 ദിവസമായി ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധ സമരത്തിലാണ്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ ഈ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം, അതിന് പിന്തുണയുമായി ഇപ്പോൾ ആശാ സമരക്കാരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമരത്തിന്റെ ഒരു സ്വഭാവം കൂടുതൽ ശക്തമാവുകയാണോ? എന്താണ് പ്രതീക്ഷ ഇപ്പോൾ നൽകാനാവുന്ന വിവരം? സ്മൃതി, തീർച്ചയായും LPSG ഉദ്യോഗാർത്ഥികളുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇന്ന് 32ാം ദിവസമാണ്. ആ സമരത്തിന് നേതാക്കൾ കൂടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിരുന്ന ആശാ വർക്കർമാരാണ്. അവരാണിപ്പോൾ ഈ LPSG ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന എന്ന പേരിലാണ് ഇപ്പോൾ നിലവിൽ ഒരു പ്രതിഷേധവുമായി ഇപ്പോൾ ഈ LPSG ഉദ്യോഗാർത്ഥികളുടെ ഈ സമരപ്പന്തലിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 32ാം ദിവസമാണ് ഉദ്യോഗാർത്ഥികളുടെ സമരം. ഇന്ന് ഈ ഒരു ഉദ്യോഗാർത്ഥി 8ാം ദിവസമായി അനിശ്ചിതകാല നിരാഹാര സമരത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഇതിന് പിന്നാലെ തന്നെ 25 ഉദ്യോഗാർത്ഥികൾ കൂട്ട അനിശ്ചിതകാല നിരാഹാര സമരം കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഈ സർക്കാരുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും ഒരു അനുകൂല തീരുമാനം ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അങ്ങനെയാണ് ഉദ്യോഗാർത്ഥികൾ ഒരു സമരവുമായി മുന്നോട്ട് പോയത്. നേരത്തെ മുഖ്യമന്ത്രിയുമായും വിദ്യാഭ്യാസ മന്ത്രിയുമായും ചർച്ച നടത്തിയെങ്കിലും 2 മാസത്തെ സാവകാശമാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ ഈ ഉദ്യോഗാർത്ഥികൾ തയ്യാറല്ല. അതാണ് പ്രധാനമായും ഇപ്പോൾ ഇവർ പറയുന്ന കാര്യം. ഇപ്പോൾ നേരത്തെ അനിശ്ചിതകാല സമരം തുടങ്ങി 8ാം ദിവസം സമരം തുടങ്ങുന്ന ഉദ്യോഗാർത്ഥി വളർമതി ടീച്ചറെ നമുക്ക് കാണാൻ കഴിയും. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തെങ്കിലും ഒരു അനുകൂല തീരുമാനമുണ്ടോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്? നിലവിൽ ഇതുവരെ അനുകൂലമായ തീരുമാനങ്ങളൊന്നും തന്നിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു കൂട്ട നിരാഹാരം ഇരിക്കാനായി തീരുമാനിച്ചത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടിയന്തരമായി ഒരു ചർച്ച വെക്കണം. ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. ഞങ്ങൾ പാസ് എടുത്ത് പോയി കണ്ട് സംസാരിച്ചതാണ്. ഇതുവരെ ഒരു ചർച്ച നടന്നില്ല. ആ ചർച്ചയിൽ അടിയന്തരമായി പരിഗണിക്കാവുന്ന കുറേ വിഷയങ്ങൾ പരിഗണിക്കണം. റേഷ്യോ കുറയ്ക്കുക എന്നുള്ള ആവശ്യം മാത്രമല്ല നമുക്കുള്ളത്. ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഇല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കണം. മറ്റത് എത്ര സമയമാണ് വേണ്ടത് എന്നുള്ള കാര്യം 2 മാസം ഒരിക്കലും അനുവദനീയമല്ല. ഇപ്പോൾ 2 തവണ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നല്ലോ. അപ്പോൾ എന്താണ് സർക്കാർ പറയുന്നത്? ഇല്ല, മുഖ്യമന്ത്രിയുമായി 1 തവണ മാത്രമേ കൂടിക്കാഴ്ച നടത്തിയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്ന കാര്യങ്ങളിൽ തന്നെ അപാകതയുണ്ട്. അവർ പറയുന്നത് പൂർണ്ണമായും സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഇത് എടുത്ത് പറയേണ്ടി വരുന്നത്. ഇതിനകത്ത് ഡിവിഷൻ ഫോള് വരുന്ന സ്കൂളുകളിൽ മാത്രം റേഷ്യോ കുറയ്ക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, അല്ലാതെ എല്ലാ സ്കൂളുകളിലും എന്നുള്ളതല്ല. അപ്പം അങ്ങനെ ആവുമ്പോഴാണ് ഇതൊരു ലയബിലിറ്റി വരിക. അതല്ല നമ്മുടെ ആവശ്യം വ്യക്തത വരുത്തേണ്ടതുണ്ട്. സ്മൃതി, ഉദ്യോഗാർത്ഥിക്ക് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം 8 ദിവസമായി അനിശ്ചിതകാല നിരാഹാരം ഇവിടെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസ് ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറ്റാൻ സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ ആദ്യം അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയ ഉദ്യോഗാർത്ഥിക്ക് പിന്തുണയുമായി 25 ഉദ്യോഗാർത്ഥികൾ കൂടി കൂട്ട അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ പറയുന്ന കാര്യം 5 ജില്ലകളിൽ 1ാം റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പോലും നിയമനം ലഭിച്ചില്ല എന്നതാണ്. മറ്റ് ജില്ലകളിൽ നാമമാത്രമായ നിയമനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 1 വർഷമായി. ഇനി ഈ റാങ്ക് ലിസ്റ്റ് കാലാവധിക്ക് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിയമനം നേടാൻ കഴിയണം. മാത്രമല്ല, ഈ എയ്ഡഡ് സ്കൂളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. എയ്ഡഡ് സ്കൂളുകളിൽ ഡിവിഷൻ ഫാൾ ഉണ്ടാകുമ്പോൾ ആ നിയമനങ്ങൾ കൂടി ഈ സർക്കാർ സ്കൂളിലേക്ക് നൽകുന്നു. അപ്പോൾ തങ്ങളുടെ അവസരം കൂടിയാണ് നഷ്ടപ്പെടുന്നത് എന്നതാണ് പ്രധാനമായും ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം, നടപടിക്രമങ്ങളിൽ വ്യക്തത വരുത്തണം, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് നടപടി സ്വീകരിക്കണം എന്നതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന കാര്യം. 32 ദിവസമായി ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധ സമരത്തിലാണ്.
കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സമരപ്പന്തലിൽ പിന്തുണയുമായി വന്നവർ ഇപ്പോൾ അധികാരത്തിലെത്തുമ്പോൾ ഈ വിഷയം എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹം ഉന്നയിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ സമരത്തിന് പിന്തുണയുമായി ആശാ വർക്കർമാരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.